സോ ഗൈസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗെയിമിങ്ങിനെ കുറിച്ചാണ്. ഗെയിമിംഗ് എന്ന് പറയുമ്പം ഗെയിം കളിക്കുന്നത് എങ്ങനെയാണ്, ഓർ ഗെയിമിങ്ങിൻ്റെ ആ ഒരു പ്ലേഫുൾ സൈഡിനെ കുറിച്ചല്ല. മോർ ഓവർ ദാറ്റ് ഗെയിമിംഗ് എന്ന വേർഡ് ആക്ച്വലി നമ്മളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗെയിമിംഗ് എന്ന വേർഡ് മാർക്കറ്റിംഗ് ടേമിൽ എങ്ങനെയാണ് മിസ്യൂസ് ചെയ്യുന്നത്, ഗെയിമിംഗ് എന്ന ഈ പേരിൽ കമ്പനീസിൻ്റെ മാർക്കറ്റിംഗ് ട്രെൻഡ് ഓർ അവരുടെ കെണിയിൽ എങ്ങനെ നിങ്ങൾ വീഴാൻ ചാൻസസ് ഉണ്ട്, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ യോർ ഓൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോ. തുടങ്ങാം. സോ നമുക്കറിയാം, ഒരു പി സി ബിൽഡ് ചെയ്യാൻ അത്യാവശ്യം നമുക്കൊരു 7-8 കോമ്പണൻസിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഒരു ബേസിക് പി സിയുടെ കാര്യമാണ് പറയുന്നത്. ഇതിൽ ഈവൻ എല്ലാ കോമ്പണൻസും ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ കോമ്പണൻസും നമുക്ക് ആവശ്യമുള്ളതാണ്, എല്ലാ കോമ്പണൻസിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസും ഉണ്ട്. പക്ഷേ എന്നാലും ചില സ്പെസിഫിക് യൂസ് അനുസരിച്ച് നോക്കുവാണെങ്കിൽ ചില കോമ്പണൻസ് ആയിരിക്കും ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഗെയിമിംഗ് നോക്കുവാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഗ്രാഫിക്സ് കാർഡ് ആയിരിക്കും. അഫ്കോഴ്സ് പ്രോസസ്സർ ഇമ്പോർട്ടൻ്റ് ആണ്, റാം ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ എന്നാലും ഗ്രാഫിക്സ് കാർഡിനാണ് ഒരുപടി മേലെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പക്ഷേ എന്നാലും ഗ്രാഫിക്സ് കാർഡിനായിരിക്കും ഒരുപടി മേലെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സിമിലർലി എഡിറ്റിംഗ് സൈഡ് നോക്കുവാണെങ്കിൽ പ്രോസസ്സറിനായിരിക്കും കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പ്രോസസ്സറിൽ ഹയർ കോർ കൗണ്ട് ഉള്ള പ്രോസസ്സറിനായിരിക്കും കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ നമ്മുടെ യൂസ് അനുസരിച്ച് ചില പാർട്സിൻ്റെ ഇമ്പോർട്ടൻസ് കൂടാം, ചിലതിൻ്റെ ഇമ്പോർട്ടൻസ് കുറയാം, അത് ഡിപ്പെൻഡ് ചെയ്യും. സോ നമ്മളൊരു ഗെയിമിംഗ് പി സിയുടെ സംഭവം നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ പാർട്സ് ഓർ കോമ്പണൻസ് ബ്രാൻഡ് ചെയ്തിറക്കുന്നത് ഗെയിമിംഗ് എന്ന നെയിമിലായിരിക്കും. അതിപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഗെയിമിംഗ് എന്ന ടാഗ് ഓർ ഗെയിമിംഗ് എന്ന ബ്രാൻഡിങ്ങിൽ എത്രയോ കമ്പനീസ് എത്രയോ പ്രോഡക്ട്സ് ഇറക്കുന്നുണ്ട്. ആൻഡ് ഇതെല്ലാം പി സിനെ കുറിച്ച് അറിയാത്ത ഒരാളാണെങ്കിൽ കുറച്ച് മിസ്ലീഡിംഗ് ആയിരിക്കും, കുറച്ച് കൺഫ്യൂസിംഗ് ആയിരിക്കും. ആൻഡ് ചിലപ്പോൾ ഇൻ കേസ് നിങ്ങളൊരു ഗെയിമിംഗ് പി സി ബിൽഡ് ചെയ്യണോ എന്നൊരു മൈൻഡിൽ നിങ്ങൾ ചിലപ്പോൾ ആമസോൺ ഓർ ഏതെങ്കിലും വെബ്സൈറ്റിൽ കയറി നോക്കുവാണെങ്കിൽ അതിലെ പ്രോഡക്ട്സിന്റെ പേരുകൾ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ മിസ്ലീഡ് ആകാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഗെയിമിംഗ് പി സി ബിൽഡ് ചെയ്യണം ഓർ ഗെയിമിംഗ് പി സി എന്ന സംഭവം മൈൻഡിൽ ഉള്ളത് കൊണ്ട് തന്നെ ഗെയിമിംഗ് എന്ന വേർഡ് എവിടെ നിങ്ങൾ കാണുന്നു അത് നിങ്ങൾക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നും, അതിൽ നിങ്ങൾ ഫസ്റ്റ് വീണ് പോകും. സോ സപ്പോസ് നിങ്ങളൊരു മദർ ബോർഡ് സെർച്ച് ചെയ്യുവാണെങ്കിൽ എവിടെയെങ്കിലും ഗെയിമിംഗ് എന്ന വേർഡ് കാണുവാണെങ്കിൽ പെട്ടെന്ന് അത് നിങ്ങളെ സ്ട്രൈക്ക് ചെയ്യും. ആൻഡ് പി സി ഓർ പി സി ബിൽഡിങ്ങിനെ കുറിച്ച് അധികം അറിയാത്ത ഒരാളാണെങ്കിൽ ഗെയിമിംഗ് എന്ന വേർഡ് കാണുമ്പോൾ തന്നെ അവർ വിചാരിക്കും, ഓക്കെ, ഗെയിമിംഗ് പി സി ബിൽഡ് ചെയ്യാൻ ഈ മദർ ബോർഡ് ഗെയിമിംഗ് എന്നുള്ളത് കൊണ്ട് തന്നെ ബെസ്റ്റ് ആയിരിക്കും എന്നായിരിക്കും. ഇത് ഞാൻ പറയാൻ കാരണം എത്രയോ പേര് എന്നെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്, ഈ മദർ ബോർഡ് ഗെയിമിങ്ങിന് നല്ലതാണോ, അല്ലെങ്കിൽ ഈ പാർട്ട് ഗെയിമിങ്ങിന് ബെസ്റ്റ് ആയിരിക്കുമോ, ഗെയിമിംഗ് ചെയ്യാൻ നല്ലതായിരിക്കുമോ എന്നൊക്കെ. അപ്പോൾ ബേസിക്കലി നോക്കുവാണെങ്കിൽ ഗെയിമിങ്ങുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പാർട്ടായിരിക്കും, പക്ഷേ എന്നാലും ഒരു ഗെയിമിംഗ് പി സി ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു സംഭവം മൈൻഡിലുള്ളത് കൊണ്ട് തന്നെ ഇത് ഗെയിമിങ്ങിന് ബെസ്റ്റ് ആയിരിക്കുമോ എന്നൊരു ഡൗട്ട് വരുന്നത്. നമുക്ക് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചില എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് കുറച്ച് ക്യാബിനറ്റ്സ് നോക്കാം. സെബ്രോണിക് സെബ് ക്രോണോസ് പ്രീമിയം ഗെയിമിംഗ് ക്യാബിനറ്റ്, കോസെയർ കാർബൈഡ് സീരീസ് സ്പെക് ഡെൽറ്റ ഗെയിമിംഗ് ക്യാബിനറ്റ്, ആൻടെക് NX210 ഗെയിമിംഗ് ക്യാബിനറ്റ്, ആന്റി സ്പോർട്സിന്റെ ഐസ് 280TG, 120AG, 130AG, ഇതെല്ലാത്തിലും ഗെയിമിംഗ് ക്യാബിനറ്റ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സിമിലർലി സെബ്രോണിക്സിന്റെ സെബ് വൈക്കിങ്സ് പ്രീമിയം ഗെയിമിംഗ് ക്യാബിനറ്റ്, ഈ ക്യാബിനറ്റ്സിൽ എല്ലാത്തിലും ഗെയിമിംഗ് എന്ന വേർഡ് കോമൺ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾസ് ജസ്റ്റ് ഫ്യൂ എക്സാമ്പിൾസ് മാത്രമാണ്, ഇതുപോലെ ഇഷ്ടം പോലെ ഉണ്ട്. സോ ഇതിലെല്ലാത്തിലും ഗെയിമിംഗ് എന്ന വേർഡ് നല്ലപോലെ ബ്രാൻഡ് ചെയ്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇൻ റിയാലിറ്റി നോക്കുവാണെങ്കിൽ ഒരു ഗെയിമിംഗ് ക്യാബിനറ്റിന് ആവശ്യമുള്ള ഫീച്ചേഴ്സ് ഈ ക്യാബിനറ്റ്സിലുണ്ടോ? ലോ എയർ ഫ്ലോ ആണ്, ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിലും ബഡ്ജറ്റ് സീരീസ് ആണ്, സോ ക്വാളിറ്റിയും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഏറ്റവും മെയിൻ ആയിട്ട് ഒരു ഗെയിമിംഗ് പി സി അല്ലെങ്കിൽ ഏതൊരു പി സി ഹെവി യൂസിനുള്ള ഒരു പി സി നോക്കുവാണെങ്കിൽ എയർ ഫ്ലോ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ പറഞ്ഞ ക്യാബിനറ്റ്സിൽ എയർ ഫ്ലോ വൈസ് നോക്കുവാണെങ്കിൽ വലുതായിട്ടൊന്നും പറയാനില്ല. ജസ്റ്റ് കുറച്ച് RGB ലൈറ്റിങ്ങും RGB ഫാൻസും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിമിംഗ് ക്യാബിനറ്റ് ആവത്തില്ല. പ്രോപ്പർ എയർ ഫ്ലോ വേണം, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും വേണം, കേബിൾ മാനേജിംഗ് പോയിന്റ്സ് വേണം, അത്യാവശ്യം നല്ല സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ ആയിരിക്കണം. സോ ഇതുപോലത്തെ കുറച്ച് ഫാക്ടേഴ്സ് നോക്കേണ്ടതുണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ജസ്റ്റ് കുറച്ച് RGB ലൈറ്റിങ്ങും RGB ഫാൻസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗെയിമിംഗ് ക്യാബിനറ്റ് ഒരിക്കലും ആവത്തില്ല. ഒരു കാര്യം പറയുന്നത്, ഞാൻ ഈ ബ്രാൻഡ്സ് നല്ലതല്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ കേസസ് മോശമാണ്, അത്രയ്ക്ക് മോശമാണ് എന്നല്ല പറയുന്നത്. പക്ഷേ ഇതിനെ ബ്രാൻഡ് ചെയ്യുന്നത് ഒരു ഗെയിമിംഗ് ക്യാബിനറ്റ് അല്ലെങ്കിൽ ഗെയിമിംഗ് എന്ന വേർഡ് യൂസ് ചെയ്ത് ബ്രാൻഡ് ചെയ്തത് മിസ്ലീഡിംഗ് ആണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ വീഡിയോയിൽ പറയുന്ന പാർട്സ് അല്ലെങ്കിൽ കോമ്പണൻസ് ഇതെല്ലാം അത്രയ്ക്ക് മോശമാണ്, നമുക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. ഇതേപോലെ കുറച്ച് മദർ ബോർഡ്സ് നമുക്ക് നോക്കാം. MSIയുടെ B450M Pro M2 Max ഗെയിമിംഗ് മദർ ബോർഡ്, Asus ROG Strix B550F ഗെയിമിംഗ്, Asus ROG Strix B450F ഗെയിമിംഗ്, കളർഫുളിന്റെ A320M K Pro ഗെയിമിംഗ് മദർ ബോർഡ്.
ഇതുപോലെ കുറേ ഉണ്ട്. സ്പെസിഫിക്കലി പറയാനുള്ളത് A320 ബോർഡിനെ ഒരു ഗെയിമിംഗ് മദർ ബോർഡായിട്ടാണ് കാണിക്കുന്നത്, ബ്രാൻഡ് ചെയ്യുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് PC യെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗെയിമിംഗ് എന്ന വേർഡ് കാണുമ്പോൾ തന്നെ ഒരു A320 മദർ ബോർഡ് എടുത്ത് അതിൻ്റെ കൂടെ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറും കാര്യങ്ങളും പെയർ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ലൈഫ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതേപോലെ MSI B450M Pro M2 എന്ന് പറയുന്നതും ബേസ് മോഡൽ മദർ ബോർഡാണ്. VRMs അത്ര സ്ട്രോങ് അല്ല, ഹീറ്റ് സിങ്ക് അവൈലബിൾ അല്ല, ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അതേപോലെ അത്രയ്ക്ക് സ്ട്രോങ് ബിൽഡ് ആയിട്ടുള്ള മദർ ബോർഡ് ഒന്നുമല്ല, ഹെവി ആയിട്ടുള്ള കോമ്പണൻസ് ഒക്കെ ആഡ് ചെയ്യാൻ അത്രയ്ക്ക് റിക്കമെൻഡഡ് അല്ല. പക്ഷേ എന്നാലും ഗെയിമിംഗ് മദർ ബോർഡ് എന്നാണ് ബ്രാൻഡിങ് ചെയ്യുന്നത്. ഇതിൽ ചില മദർ ബോർഡ്സ് ഒക്കെ ഒബ്വിയസ്ലി നമുക്ക് ഒരു ഗെയിമിംഗ് സീരീസിൽ വരുന്നതാണ്. അസ്യൂസിന്റെ സ്ട്രിക്സ് നോക്കുവാണെങ്കിൽ അത് ഗെയിമിംഗ് എന്ന സെപ്പറേറ്റ് ലൈനപ്പിൽ വരുന്നതാണ്. ആൻഡ് ഒബ്വിയസ്ലി അസ്യൂസിന്റെ സ്ട്രിക്സ് ലൈനപ്പ് എന്ന് പറയുന്നത് നല്ല സ്ട്രോങ്, നല്ല അത്യാവശ്യം നല്ല ഡീസൻറ്റ് മദർ ബോർഡ് തന്നെയാണ്. അതിനെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ ഇവിടെയും ഗെയിമിംഗ് എന്ന ടാഗ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു 40,000 രൂപ 50,000 രൂപ റേഞ്ചിലൊരു PC ബിൽഡ് ചെയ്യാനാണ്. ഈ PC ബിൽഡ്സിനെ കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഐഡിയ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറി സെർച്ച് ചെയ്ത് നോക്കുമ്പം അസ്യൂസ് സ്ട്രിക്സ് ഗെയിമിംഗ് മദർ ബോർഡ് എന്ന് കാണും. അതെടുത്ത് സെലക്ട് ചെയ്ത് വെക്കും. അത് മേ ബി ഒരു 20,000 റേഞ്ചിൽ വരുന്ന ഒരു മദർ ബോർഡ് ആയിരിക്കും. പക്ഷേ നിങ്ങൾക്കത് ഐഡിയ ഇല്ല. നിങ്ങൾ വിചാരിക്കുന്നത് ഓക്കെ 20,000 ഗെയിമിംഗ് എന്ന വേർഡ് ഉണ്ട്, അസ്യൂസ് സ്ട്രിക്സിൻ്റെ ആണ്, സോ ഗെയിമിംഗ് നല്ലതായിരിക്കും, RGB ഉണ്ട്, ലൈറ്റിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്, സോ ഗെയിമിങ്ങിന് ഈ മദർ ബോർഡ് ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും എന്ന്. അങ്ങനെ അവസാനം ബഡ്ജറ്റ് നോക്കുമ്പം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഇൻക്രീസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഈ മദർ ബോർഡ് എടുത്തിട്ട് ഏതെങ്കിലും ലോ ക്ലാസ് പ്രോസസ്സർ ആയിരിക്കും ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് വെക്കുന്നത്. സോ ഇങ്ങനെയും ചെയ്യുന്നവരുണ്ട്, ഇങ്ങനെ പറ്റിയ മിസ്റ്റേക്സ് പറ്റിയവരുണ്ട്, ഇങ്ങനെ എന്നോട് കോൺടാക്ട് ചെയ്തവരുമുണ്ട്. ആൻഡ് ഒരു ഗെയിമിംഗ് മദർ ബോർഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണെന്ന് വിചാരിക്കുന്നവരുമുണ്ട്. സോ മദർ ബോർഡ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഗെയിമിങ്ങിന് നോക്കുവാണെങ്കിൽ പ്രോസസ്സറും അതിനേക്കാളും കൂടുതൽ ഗ്രാഫിക്സ് കാർഡാണ് നമുക്ക് വേണ്ടത്. ഓഫ് കോഴ്സ് നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന മദർ ബോർഡ് സീരീസ് അല്ലെങ്കിൽ പ്രോസസ്സറും ആ ഒരു കോംബോ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. ഒരിക്കലും ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ i9 പ്രോസസ്സർ എടുത്തിട്ട് H410 ബോർഡ് അല്ലെങ്കിൽ ഒരു H510 ബോർഡ് എടുക്കത്തില്ല. അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു മദർ ബോർഡ് തന്നെയായിരിക്കും ചൂസ് ചെയ്യുന്നത്. മദർ ബോർഡ് നിങ്ങൾ പ്രോസസ്സർ അനുസരിച്ച് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഏത് മദർ ബോർഡ് വാങ്ങിച്ചാലും അതിൽ പ്രോസസ്സർ ഫിറ്റ് ആകും, പ്രോസസ്സർ വർക്കാകും, ഗ്രാഫിക്സ് കാർഡ് ഏത് ഗ്രാഫിക്സ് കാർഡ് ഇട്ടാലും അത് വർക്കാകും. സോ ഈ മദർ ബോർഡ് ഗെയിമിങ്ങിന് വേണ്ടി ഇങ്ങനെ ഗെയിമിംഗ് എന്ന വേർഡുള്ള മദർ ബോർഡ് തന്നെ വേണമെന്നൊന്നുമില്ല. ഓഫ് കോഴ്സ് ഹെവി ആയിട്ടുള്ള ഗെയിമിംഗ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രോങ് ഡ്യൂറബിൾ ആയിട്ടുള്ള മദർ ബോർഡ്സ് നോക്കണം, അതിൻ്റെ VRMസും ക്വാളിറ്റിയും നോക്കണം. അതൊക്കെ ചെറിയ ഫാക്ടേഴ്സ് ആണ്. പക്ഷേ ഒരു ബഡ്ജറ്റ് ബിൽഡ് ഒക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള മദർ ബോർഡ്സിൻ്റെ ഓർ ഗെയിമിംഗ് സീരീസിൽ വരുന്ന ഹെവി മദർ ബോർഡ്സിൻ്റെ ഒരു ആവശ്യവുമില്ല. പ്രോസസ്സറിൻ്റെ കൂടെ മാച്ച് ആവുന്ന ഏത് കോമ്പാറ്റബിൾ മദർ ബോർഡും യൂസ് ചെയ്യാം. ഇവിടെയും ഞാൻ ഒരു മദർ ബോർഡ് സീരീസ് ഓർ ബ്രാൻഡിനെ അങ്ങനെ കുറ്റം പറയുന്നില്ല. പക്ഷേ ചില ലോ ക്ലാസ് മദർ ബോർഡ്സ് ഓർ ലോവർ എൻഡ് ലോവർ ചിപ്സെറ്റ് ഉള്ള മദർ ബോർഡ്സിനെ ഗെയിമിംഗ് ഓർ ഹൈ ക്ലാസ് മദർ ബോർഡായിട്ട് ബ്രാൻഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതേ ട്രെൻഡ് നമുക്ക് ഈവൻ SSDസിലും കാണാം, ഓൾസോ മെമ്മറി ഓർ റാംസിലും ഇതേ ട്രെൻഡ് ഫോളോ ചെയ്യുന്നതായിട്ട് കാണാം. മെമ്മറിയുടെ കാര്യം നോക്കുവാണെങ്കിലും പല റാംസിനെ, അതായത് കുറച്ച് RGBയും കാര്യങ്ങളും ഉള്ള റാംസിനെ ഹെവി ആയിട്ടുള്ള ഗെയിമിംഗ് റാം ഓർ എക്സ്ട്രീം ഗെയിമിംഗ് റാംസ്, പ്രീമിയം ലെവൽ ഗെയിമിംഗ് റാംസ് ഇതുപോലെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ RGB ഇല്ലാത്ത റാം ഓർ ഗെയിമിംഗ് എന്ന വേർഡ് ഇല്ലാത്ത റാം യൂസ് ചെയ്താൽ എന്താ PC വർക്ക് ആകത്തില്ലേ? ഒബ്വിയസ്ലി PC റണ്ണാവും, ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. പക്ഷേ ഈ ബ്രാൻഡിങ്, ഈ സോ കോൾഡ് ബ്രാൻഡിങ്ങിൻ്റെയാണ് ഈ പ്രശ്നം. ഈവൻ SSDs നോക്കുവാണെങ്കിലും ഫോർ എക്സാമ്പിൾ സീഗേറ്റിൻ്റെ 5CUDA 510 ഓർ 520 ഇതും ഗെയിമിംഗ് സീരീസ് SSDs എന്നാണ് ബ്രാൻഡ് ചെയ്ത് ഇറക്കുന്നത്. പക്ഷേ ടെക്നിക്കലി നോക്കുവാണെങ്കിൽ നോർമൽ ഒരു NVMe SSD ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്പീഡും സെയിം തന്നെയാണ്, ഓൾമോസ്റ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടല്ലോ, PC-യെക്കുറിച്ച് അധികം അറിയാത്തവർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ നോളജ് ഇല്ലാത്തവരെ എങ്ങനെ മിസ്ലീഡ് ചെയ്യാം ഓർ മിസ്ലീഡ് ചെയ്തുകൊണ്ട് എങ്ങനെ കുറച്ച് സെയിൽസ് കൂട്ടാം എന്നുള്ളൊരു മാർക്കറ്റിംഗ് ടെക്നീക്ക് മാത്രമാണ്. എന്തുകൊണ്ട് ഗെയിമിംഗ് എന്ന വേർഡ് മാത്രം യൂസ് ചെയ്യുന്നു? എന്തുകൊണ്ട് എഡിറ്റിംഗ് മദർ ബോർഡ് അല്ലെങ്കിൽ എഡിറ്റിംഗ് റാം, എഡിറ്റിംഗ് SSD എന്ന് യൂസ് ചെയ്യുന്നില്ല? കാരണം ഈ ബ്രാൻഡ്സിന് അറിയാം ഗെയിമിംഗ് എന്ന് പറയുന്നത് അത്രയും വലിയൊരു ഇൻഡസ്ട്രിയാണ്. പല കമ്പനീസിനും ഹെവി ആയിട്ടുള്ള റവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഗ്ലോബൽ ഇൻഡസ്ട്രി തന്നെയാണ് ഗെയിമിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഗെയിമിംഗ് എന്ന് പറയുന്നത് അത്രയും വലിയൊരു സ്പോർട്ടാണ്, അത്രയും വലിയൊരു വേർഡാണ്, അത്രയും വലിയൊരു കമ്മ്യൂണിറ്റിയാണ്, അത്രയും വലിയൊരു ഇൻഡസ്ട്രിയാണ്. സോ ഈ ഗെയിമിംഗ് എന്ന വേർഡ് കമ്പനീസ് അവരുടെ പ്രോഫിറ്റ്സ് ആൻഡ് അവരുടെ ബെനിഫിറ്റ്സിന് വേണ്ടി യൂസ് ചെയ്യുവാണ്. ഇതിൽ നല്ല പ്രോഡക്ട്സും ഉണ്ട്, മോശമായിട്ടുള്ള പ്രോഡക്ട്സും ഉണ്ട്. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് സെൻസിബിൾ ആയിട്ട് ആലോചിച്ച് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ വെറുതെ ഗെയിമിംഗ് എന്ന വേർഡ് നോക്കി ഇത് ഗെയിമിങ്ങിന് ബെസ്റ്റ് ആയിരിക്കും എന്നൊരു അസംഷൻ മാറ്റി വെക്കുക. അഫ്കോഴ്സ് ഇതിൽ നല്ല പ്രോഡക്ട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഗ്രാഫിക്സ് കാർഡ്സിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അതിൽ ഗെയിമിംഗ് എന്ന ടാഗ് ഓൾമോസ്റ്റ് എല്ലാ ഗ്രാഫിക്സ് കാർഡ്സിലും ഗെയിമിംഗ് ഗ്രാഫിക്സ് കാർഡ്സ് എന്നായിരിക്കും മെൻഷൻ ചെയ്യുന്നത്. ഒബ്വിയസ്ലി
ഗെയിമിങ്ങിന് ഇമ്പോർട്ടൻറ്റ് ഗ്രാഫിക്സ് കാർഡ് ആയതുകൊണ്ട് തന്നെ ഗെയിമിംഗ് എന്ന സീരീസിൽ മോഡൽസ് ഉള്ളത് കൊണ്ട് തന്നെ ഗെയിമിംഗ് എന്ന് കാണാം. സിമിലർലി മദർ ബോർഡ്സിലും ചില കമ്പനീസ് MSIയുടെ ഗെയിമിംഗ് സീരീസ് ഉണ്ട്, Strixന്റെ ഗെയിമിംഗ് സീരീസ് ഉണ്ട്. അങ്ങനെ ഗെയിമിംഗ് സീരീസ് ഉള്ള അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും ഉള്ള മദർ ബോർഡ്സ് അല്ലെങ്കിൽ പ്രൊഡക്ട്സിന്റെ കാര്യമല്ല. പക്ഷേ ഇതുപോലെ ലോവർ ക്ലാസ് അല്ലെങ്കിൽ ലോവർ ചിപ്സെറ്റ് ഉള്ളത് ഓർ ലോവർ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സിനെ ഹൈ ആൻഡ് ഗെയിമിങ്ങിന് വേണ്ടി ബെസ്റ്റ് ആണ് എന്ന് മാർക്കറ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒഴിവാക്കാൻ ട്രൈ ചെയ്യുക. നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങളുടെ യൂസ് അനുസരിച്ച് സെൻസിബിൾ ആയിട്ട് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുക. മെയിനായിട്ട് പറയാനുള്ളത് പലരും ചോദിക്കുന്ന ഈ ഡൗട്ടിനെ കുറിച്ച് തന്നെയാണ്. ഈ പ്രോഡക്റ്റ് ഓർ ഈ കോമ്പണന്റ് ഗെയിമിങ്ങിന് വേണ്ടി ബെസ്റ്റ് ആണോ എന്നുള്ള സംഭവം. അപ്പോൾ ഒന്നുകൂടി പറയുവാണ്, ഗെയിമിംഗ് PC ആണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഗ്രാഫിക്സ് കാർഡ് വാങ്ങാൻ ട്രൈ ചെയ്യുക. അത് മദർ ബോർഡ് ഏതായാലും കുഴപ്പമില്ല. മദർ ബോർഡിലെ എല്ലാ PCI സ്ലോട്ട്സും സെയിം ബാൻഡ് വിത്ത് ആയിരിക്കും. സോ ഏത് ഗ്രാഫിക്സ് കാർഡ് ഏത് മദർ ബോർഡിൽ ഇട്ടാലും സെയിം പെർഫോമൻസ് ഓൾമോസ്റ്റ് കിട്ടുന്നത്. ബട്ട് പ്രോസസർ ചേഞ്ച് ആകുന്ന അല്ലെങ്കിൽ പ്രോസസർ അനുസരിച്ച് വരുന്ന ആ ഒരു കോമ്പിനേഷനിൽ വരുന്ന ചെറിയ ഡിഫറൻസ് വരും, അത്രേ ഉള്ളൂ. പക്ഷേ ഗ്രാഫിക്സ് കാർഡിന് ഏത് ഗ്രാഫിക്സ് കാർഡും ഏതൊരു മദർ ബോർഡിലും യൂസ് ചെയ്യാം. അതിനൊരിക്കലും ഗെയിമിംഗ് എന്ന് പേരുള്ള അല്ലെങ്കിൽ ഗെയിമിംഗ് എന്ന് ടാഗ് ചെയ്ത ഹെവി ആയിട്ടുള്ള കോസ്റ്റ്ലി മദർ ബോർഡ്സിന്റെ ഒരു ആവശ്യമില്ല. ബട്ട് അത്രയും ലോ എൻഡിലോട്ടും പോകാതിരിക്കുക. ഒരു മിഡ് റേഞ്ചിലുള്ള മദർ ബോർഡ് ഓൾവേസ് ചൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഗെയിമിങ്ങിന് ഓൾവേസ് ഗ്രാഫിക്സ് കാർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രോസസർ, റാമും അത്യാവശ്യം നല്ല സ്പീഡുള്ള റാം ട്രൈ ചെയ്യാം. എന്ന് വെച്ച് RGB വേണമെന്നൊന്നുമില്ല. ക്യാബിനറ്റിലും RGB ഇല്ലാതെയും ഗെയിം ചെയ്യാം. അത്യാവശ്യം നല്ല എയർ ഫ്ലോ ഉള്ള ക്യാബിനറ്റ്സ് ചൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. RGB പിന്നെ ഒരു സെക്കൻഡറി ഫാക്ടറാണ്. പലർക്കും അവരുടെ PCനെ നല്ലപോലെ കാണിക്കണം അല്ലെങ്കിൽ ഒന്ന് ഷോക്കേസ് ചെയ്യണമെന്ന് എല്ലാവർക്കും ഉണ്ടാകും. സോ അതൊരു സെക്കൻഡറി ഫാക്ടർ തന്നെയാണ്. ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് PCയുടെ പെർഫോമൻസിനാണ്. നിങ്ങൾ വാങ്ങുന്ന PC അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങാൻ പോകുന്ന PC പാർട്സ് നിങ്ങളുടെ ബഡ്ജറ്റിനുള്ള പെർഫോമൻസ് കിട്ടുമോ എന്ന് ആദ്യം നോക്കുക. അത് കഴിഞ്ഞിട്ട് RGBയും കാര്യങ്ങളും ആ സംഭവങ്ങൾ സെക്കൻഡറി ആണ്. പിന്നെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ബഡ്ജറ്റ് ഉള്ളവരുടെ കാര്യമല്ല പറയുന്നത്, ഒരു കൺസ്ട്രെയിൻ ബഡ്ജറ്റ് ഉള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ എനിവേസ് ഞാൻ പറയാൻ വന്ന കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പേരും RGBയും നോക്കാതെ സ്പെക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. സ്പെക്സ് നോക്കുക, ബൈ സെൻസിബിളി. എനിവേസ് ഐ ഹോപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ഷെയർ ചെയ്യാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ തൊട്ടടുത്തുള്ള മണി നട്ട്സ് ടെക്. എനിവേസ് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.